ദൈവമേ നീ എന്നിൽ അനുദിനവും വളരണമേ. ഞാനോ കുറയേ. വിശുദ്ധ മത്തായി സുവിശേഷം അധ്യായം 22. അക്കാലത്ത് യേശു സദുക്കയരെ വാക്കുമുട്ടിച്ചു എന്ന് കേട്ടപ്പോൾ ഫരിസേയർ ഒന്നിച്ചുകൂടി. അവരിൽ ഒരു നിയമജ്ഞൻ അവനെ പരീക്ഷിച്ചുകൊണ്ട് ചോദിച്ചു, ഗുരു, നിയമത്തിലെ അതിപ്രധാനമായ കൽപ്പന ഏതാണ്? യേശു പറഞ്ഞു, നീ നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടി സ്നേഹിക്കുക. ഇതാണ് പ്രഥമവും പ്രധാനവുമായ കൽപ്പന. രണ്ടാമത്തെ കൽപ്പനയും ഇതിന് തുല്യം തന്നെ, അതായത് നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക. ഈ രണ്ടു കൽപ്പനകളിൽ സമസ്ത നിയമവും പ്രവാചകന്മാരും അധിഷ്ഠിതമായിരിക്കുന്നു. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള പ്രിയ ദൈവമക്കളെ, ഈ വിശുദ്ധ പ്രഭാതത്തിൽ നാം ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥനാപൂർവമായിരിക്കുമ്പോൾ നിയമത്തിലെ അതിപ്രധാനമായ കൽപ്പനയെ ധ്യാനിക്കാം. ഈ ഭൂമിയിലെ ഏറ്റവും മഹത്തായ നിയമം സ്നേഹമാണ് എന്ന് ഭൂമിയെ പഠിപ്പിച്ചത് ക്രിസ്തുവാണ്. പിതാവായ ദൈവം സ്നേഹത്തിന്റെ ഏറ്റവും വലിയ അടയാളമായി ഭൂമിക്ക് നൽകിയ സമ്മാനവും ക്രിസ്തുവാണ്. ആ ക്രിസ്തു ഏറ്റവും പ്രധാനപ്പെട്ട കൽപ്പനയെക്കുറിച്ച് പഠിപ്പിക്കുമ്പോൾ സ്നേഹം എന്നല്ലാതെ മറ്റൊന്നും പറയുന്നില്ല. വിശുദ്ധ ബൈബിളിൽ നിയമാവർത്തന പുസ്തകം 6-ാം അധ്യായത്തിൽ ദൈവമായ കർത്താവ് മോസസ് വഴി ഇസ്രായേൽ ജനത്തോട് അരുൾ ചെയ്ത ഏറ്റവും മഹത്തായ കൃപയുടെ അടയാളമാണ് ക്രിസ്തു എന്ന് ഫരിസേയർക്ക് നൽകുന്നത്. ഇസ്രായേലേ കേൾക്കുക, നമ്മുടെ ദൈവമായ കർത്താവ് ഏക കർത്താവ്. നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും സർവശക്തിയോടും കൂടി സ്നേഹിക്കുക. നോക്കൂ, എല്ലാം സ്നേഹത്തിൽ അധിഷ്ഠിതമാണ്. സ്നേഹത്തിൽ എല്ലാത്തിൻ്റെയും പൂർണ്ണത ദൈവം ഉറപ്പു നൽകുന്നു. വിശുദ്ധമായ സ്നേഹത്താൽ വീണ്ടെടുക്കപ്പെടാത്ത ഒന്നും ഈ ഭൂമിയിലില്ല. എത്ര ദുരിതപൂർണമായ തിന്മയിൽ നിന്നും ഒരു വ്യക്തിയെ മാനസാന്തരത്തിന്റെ കൃപയിലേക്ക് ആനയിക്കാൻ സ്നേഹത്തിന് ശക്തിയുണ്ട്. എത്ര കഠിന ഹൃദയനായ വ്യക്തിയും വീണ്ടെടുക്കപ്പെടുക പരിശുദ്ധമായ സ്നേഹത്താലാണ്. നാം വിശുദ്ധ ജനമാകുന്നത് സ്നേഹത്തിൽ അധിഷ്ഠിതമായി ദൈവ മഹത്വത്തിന് യോഗ്യമായി ജീവിക്കുമ്പോഴാണ്. ദൈവത്തെ സ്നേഹിക്കുക, സഹോദരങ്ങളെ സ്നേഹിക്കുക. യേശു പറയുന്നു, എല്ലാ നിയമവും പ്രമാണങ്ങളും പ്രവാചകന്മാരും ഈ കൽപ്പനകളിൽ അടങ്ങിയിരിക്കുന്നു. ഒരു നാണയത്തിന്റെ 2 വശം പോലെയാണത്. ഒന്നിനെ നിഷേധിക്കാനാകില്ല. സഹോദര സ്നേഹമില്ലാത്ത ദൈവസ്നേഹവും ദൈവസ്നേഹമില്ലാത്ത സഹോദര സ്നേഹവും കാപഠ്യമാണ്. നാം യഥാർത്ഥത്തിൽ ദൈവത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ, ദൈവത്തിൽ വിശ്വസിക്കുന്നുവെങ്കിൽ, നാം സഹോദരങ്ങളെയും സ്നേഹിക്കുകയും അവർക്ക് നന്മ ചെയ്യുകയും ചെയ്യും. അതുകൊണ്ടാണ് അപ്പോസ്തലൻ ആവർത്തിച്ച് പറയുന്നു, പ്രവൃത്തി കൂടാത്ത വിശ്വാസം നിർജീവമാണ്, മരണപ്പെട്ടതാണ് എന്ന്. അതെ, നമ്മുടെ പ്രവൃത്തികൾ സ്നേഹത്തിൽ അധിഷ്ഠിതമാകുമ്പോൾ മാത്രമാണ് അതിന് ജീവൻ ഉണ്ടാവുക. നിത്യജീവൻ ലക്ഷ്യമാക്കി യാത്ര ചെയ്യുന്ന നമുക്ക് സ്വർഗം സ്വന്തമാക്കുവാൻ ഒത്തിരി വലിയ കാര്യങ്ങൾ ചെയ്യേണ്ടതില്ല. മറിച്ച് ദൈവത്തിൻ്റെ സ്നേഹത്തിനും സഹോദരങ്ങളുടെ സ്നേഹത്തിനും അധിഷ്ഠിതമായി ഭൂമിയിൽ ജീവിച്ചാൽ മാത്രം മതി. ഈ ആധുനിക കാലഘട്ടം സ്വാർത്ഥതയുടെ കാലഘട്ടമാണ്. എല്ലാം എനിക്ക്, എൻ്റേത് മാത്രം എന്നും ചിന്തിക്കുന്ന കാലഘട്ടത്തിൽ കുറച്ചുകൂടി വിശാലമായി അപരനിലേക്ക് ഹൃദയവും മനസ്സും തിരിയുവാൻ, ചെയ്യാൻ കഴിയുന്ന നന്മ അപരന് വേണ്ടി ചെയ്യുവാൻ കഴിയുമ്പോൾ അവിടെ സ്നേഹത്തിൽ ബലമുണ്ടാകുന്നു. നമുക്ക് എന്തു തന്നെ ബലമുണ്ടെങ്കിലും സ്നേഹിക്കാൻ കഴിയുന്നില്ല എങ്കിൽ നമ്മുടെ ജീവിതം വീണ്ടെടുക്കപ്പെട്ട കൃപയാകുന്നില്ല. കാണപ്പെടുന്ന സഹോദരങ്ങളെ സ്നേഹിക്കാത്തവർക്ക് കാണപ്പെടാത്ത ദൈവത്തെ സ്നേഹിക്കുവാനോ ആ ദൈവത്തിൽ ആത്മാർത്ഥതയോടുകൂടി വിശ്വസിക്കുവാനോ
ആ വിശ്വാസാധിഷ്ഠിതമായി ജീവിച്ച് നിത്യഭവനം സ്വന്തമാക്കുവാനോ കഴിയുകയില്ല. നമുക്ക് സ്നേഹത്തിൽ വിശുദ്ധീകരിക്കപ്പെടാം. ദൈവമായ കർത്താവ് സ്നേഹത്തെക്കുറിച്ച് പഠിപ്പിക്കുമ്പോൾ നമ്മെ പഠിപ്പിക്കുന്ന പാഠം ദൈവം സ്നേഹമാകുന്നത് പോലെ നാം സ്നേഹമാകുവാനാണ്. യേശു പറഞ്ഞു, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ സ്നേഹിക്കുക. നാം സ്വാർത്ഥതയുടെ മനസ്സിൽ അവരനെ കണ്ടുമുട്ടുമ്പോൾ, സ്വാർത്ഥതയ്ക്ക് വേണ്ടി അവരനെ സ്നേഹിക്കുമ്പോൾ, സ്വാർത്ഥ ലാഭം ലക്ഷ്യമാക്കിക്കൊണ്ട് നാം സ്നേഹത്തിന്റെ പേര് പറഞ്ഞ് ജീവിക്കുമ്പോൾ യഥാർത്ഥത്തിൽ കാപട്യമാണ് നാം ചെയ്യുക. ക്രിസ്തു നമ്മെ സ്നേഹിച്ചതുപോലെ സ്നേഹിക്കാൻ, ക്രിസ്തു നമുക്ക് വേണ്ടി സഹിച്ചതുപോലെ അവരിന് വേണ്ടി സഹിക്കാൻ, ക്രിസ്തു കരുണ കാണിച്ചതുപോലെ അവരിനോട് കരുണ കാണിക്കാൻ, ക്രിസ്തു നമ്മെ ഉൾക്കൊള്ളുന്ന അതേ മനസ്സോടെ മറ്റുള്ളവരെ ഉൾക്കൊള്ളാൻ നാം പരിശ്രമിക്കുമ്പോൾ സ്നേഹം നമ്മളിൽ രൂഢമൂലമാവുക തന്നെ ചെയ്യും. കാപട്യവും സ്വാർത്ഥതയും നിറഞ്ഞ സ്നേഹമല്ല ക്രിസ്തു വിഭാവന ചെയ്തിരിക്കുന്നത്, മറിച്ച് അത് ജീവൻ നൽകുന്നതും സമൃദ്ധമായി നൽകുന്നതുമാണ്. സ്നേഹിതന് വേണ്ടി ജീവൻ സമർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ലെന്ന് പഠിപ്പിച്ച ക്രിസ്തു ഈ ദിനം ആ സ്നേഹത്തിന്റെ പൂർണ്ണതയിൽ ജീവിച്ച് നിത്യത സ്വന്തമാക്കാൻ നമ്മെ ക്ഷണിക്കുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കൽപ്പന സ്നേഹമാണെങ്കിൽ നമുക്കും ദൈവത്തെയും സഹോദരങ്ങളെയും ഹൃദയം തുറന്ന് സ്നേഹിക്കാം. വെറുപ്പും വിദ്വേഷവും ഹൃദയത്തിലെ അകന്ധയും കാപട്യവും വലിച്ചെറിഞ്ഞുകൊണ്ട് നിഷ്കളങ്ക സ്നേഹത്തോടെ ദൈവത്തിൻ്റെ ഹൃദയത്തിനൊത്ത് ഈ പുണ്യഭൂമിയിൽ ജീവിക്കുവാൻ കൃപാവരം പ്രാർത്ഥിക്കാം. കർത്താവ് നിങ്ങളോട് കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മെ സമൃദ്ധമായി അനുഗ്രഹിച്ച് ആശീർവദിക്കുമാറാകട്ടെ. ആമേൻ. ദൈവമേ, നീ അനുദിനവും വളരണമേ. ഞാനോ